സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഹലുവ ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് 6 സ്ലൈസ് ബ്രെഡ് എടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്ത ബ്രെഡ് നമുക്ക് മാറ്റി വയ്ക്കാം. പത്ത് 12 കാഷ്യൂ നട്ട് എടുക്കാം. അഞ്ചെട്ട് ബദാം മുറിച്ച് വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലിട്ട് ഈ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. അത് മാറ്റിവെച്ച ശേഷം ബാക്കിയുള്ള ഓയിലിലേക്ക് ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. അധികം കളർ മാറേണ്ട ആവശ്യമില്ല. ചെറുതായി കളർ മാറി വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് പാലെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. കട്ടയില്ലാതെ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ആദ്യം ഈ ഇളക്കി വെച്ച പാലെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ബ്രെഡ് നല്ലതുപോലെ കുഴഞ്ഞു വരുന്ന രീതിയിൽ പാലൊഴിച്ച് കൊടുക്കണം. ചിലപ്പോൾ കുറച്ച് കൂടുതലായി വേണ്ടി വരും. അത് നിങ്ങൾ നോക്കിയ ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച നട്ട്സും ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ ഇളകി വരുന്ന രീതിയിൽ ഇളക്കിയെടുക്കണം. ഇത് കുട്ടികൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നട്ട്സ് നല്ലതുപോലെ പൊടിച്ച് ഇട്ട് കൊടുത്താൽ അവർക്ക് മനസ്സിലാവില്ല. ചില കുട്ടികൾക്ക് നട്ട്സ് കടിക്കുന്നത് ഇഷ്ടമാവില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നട്ട്സ് നല്ലതുപോലെ അരച്ച് ചേർത്താലും മതിയാകും. അരച്ച് ചേർക്കുന്നവർ പാലിൽ കുറച്ച് സമയം കുതിർത്തി വെച്ചാൽ മതി. നട്ട്സ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുപോലെ ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഒന്നാണ്, ഇത് ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല. ഇത് റെഡിയായി. ഇനി ഒരു പാത്രത്തിൽ ഗീ തേച്ച് ഉണ്ടാക്കിയ ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ പരത്തി കൊടുക്കാം. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹലുവയാണ്. തണുത്ത ശേഷം നമുക്ക് മുറിച്ചെടുക്കാം.
പഞ്ചസാര ഇഷ്ടമല്ലെങ്കിൽ നല്ല ചക്കര വാങ്ങി പൊടിച്ച് ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.